ആണ് ജൂൾ എന്ന് പറയുന്നത്. What is 1 joule of work? The amount of work done when the force of 1 Newton is applied through the distance of 1 meter. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോഗ്രാം 1 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് 1 കിലോഗ്രാം വെയിറ്റ് ഉള്ള ബോഡി 1 മീറ്റർ നീക്കുമ്പോഴാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ ഫോഴ്സ് 1 കിലോഗ്രാം ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് 1 മീറ്റർ നീങ്ങുമ്പോഴാണ് എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതാണ് what is 1 joule of work? The amount of work done when the force of 1 Newton is applied through the distance of 1 meter. അതാണ് എന്ത് 1 joule of work. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് PdV വർക്ക് അഥവാ ഡിസ്പ്ലേസ്മെന്റ് വർക്ക്. എന്താണ് PdV വർക്ക് അഥവാ ഡിസ്പ്ലേസ്മെന്റ് വർക്ക്? നമുക്ക് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് നമുക്ക് വരച്ചു നോക്കാം. ഇതിൻ്റെ അകത്ത് ഇതെന്താണ്? അതാണ് അതിൻ്റെ സിലിണ്ടർ. പിന്നെ ഇതെന്ന് വെച്ചാൽ പിസ്റ്റൺ ഹെഡ് ആയിട്ടാണ് നമ്മുടെ ഈ അകത്തുള്ള സാധനം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ ഹെഡിൻ്റെ അകത്ത് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഗ്യാസ് പാർട്ടിക്കിളിന് അപ്പോൾ ഒന്നും ചെയ്യാത്തൊരു കണ്ടീഷൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ യാതൊരു വിധത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സോ ഒന്നും ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യാത്ത കേസിൽ ഇവിടെ അതിൻ്റെതായ ഒരു പ്രഷറും ഉണ്ട്, ഒരു വോളിയമും ഉണ്ട്. അപ്പം P1ഉം V1ഉം നമുക്ക് ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടി. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? നമുക്കത് ഈ ഒരു PV ഡയഗ്രാമത്തിൽ നമുക്ക് ഫസ്റ്റ് ലൊക്കേഷൻ കിട്ടി. അപ്പൊ P1 V1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിന്റെ ഈ സിലിണ്ടറിൽ ഹീറ്റ് ആഡ് ചെയ്യും. നമുക്ക് ഹീറ്റ് നമുക്ക് ആഡ് ചെയ്തു, ഹീറ്റ് അപ്ലൈ ചെയ്തു. ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിലുള്ള ഗ്യാസിന്റെ ടെമ്പറേച്ചർ മാറും. എന്ത് മാറും? ഗ്യാസ് പാർട്ടിക്കിളിന്റെ ടെമ്പറേച്ചർ മാറും. എന്താ പറയുക? ഗ്യാസ് പാർട്ടിക്കിളിന്റെ ടെമ്പറേച്ചർ മാറും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസ് പാർട്ടിക്കിളിന്റെ വോളിയവും ഇൻക്രീസ് ചെയ്യും. ഗ്യാസ് പാർട്ടിക്കിളിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കുറയും? അതിന്റെ പ്രഷർ കുറയും. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പിസ്റ്റൺ വലത്തേക്ക് മൂവ് ചെയ്യും. ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യും. നമുക്കത് എങ്ങനെ കിട്ടും? നമുക്കത് നമ്മൾ ഇതെടുത്ത് കൺസിഡർ ചെയ്തത് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ. നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ. അവിടെ നിന്നും നമ്മുടെ പിസ്റ്റൺ ഇത്രയും ദൂരം മാറി. എന്ത് കാരണത്താൽ? അതിലുള്ള ഹീറ്റ് അഡീഷൻ കാരണം. അപ്പം ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ P1ഉം V1ഉം എങ്കിൽ ഇനി വരാൻ പോകുന്നത് ഈ ഹീറ്റ് അഡീഷൻ കാരണം വരാൻ പോകുന്നത് എന്താണ്? P2 V2 ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്താണ് P2 V2? കാരണം ഹീറ്റ് അഡീഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അതുവഴി വോളിയം ഇൻക്രീസ് ചെയ്തു. വോളിയം ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് അത് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് പറഞ്ഞു? അതിന്റെ പ്രഷർ കുറഞ്ഞു. അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ നമ്മുടെ പിസ്റ്റൺ ഹെഡിലേക്ക് അതിന്റെ പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പൊ അങ്ങനെ പിന്നെ ഇവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന വഴി ഇവിടുത്തെ ഈ ഒരു കൺട്രോൾ വോളിയം ചെറുതായിട്ട് മൂവ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ആ ഒരു പിസ്റ്റൺ വലത്തേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബൗണ്ടറി ഇത്രയും വലുതായില്ലേ? ഇത്രയും വലുതായപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് അടുത്ത രണ്ടാമത് കിട്ടുന്നതാണ് P2 V2. അപ്പൊ എന്ത് കിട്ടി? വോളിയം ഇൻക്രീസ് ആയി, പ്രഷർ കുറയുകയും ചെയ്തു. അപ്പൊ എന്തായാലും വോളിയമും ഇൻക്രീസ് ആയി പ്രഷറും അതേപോലെ കുറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പാത്ത് കിട്ടി. ഇതാണ് P2 V2. ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രാഫ് കിട്ടും. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നും ആ പിസ്റ്റൺ വലത്തേക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? DL ആണ് അത് മൂവ് ചെയ്തേക്കുന്നത്.
ഡി എൽ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു ഫിഗറിൻ്റെ അകത്താണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കേസും ഒന്നും ചെയ്യാത്ത കണ്ടീഷനിൽ നമ്മൾ എന്താണ് അതിന് P1 V1 എന്നുള്ള കണ്ടീഷനാണ് ഈ കിട്ടിയിരിക്കുന്നത്. എന്താണ് ഹീറ്റ് അഡീഷൻ ഇല്ലാത്തപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഫിക്സഡ് ആയിട്ടിരിക്കുന്നു. പിന്നെ സംഭവിച്ചു, ഹീറ്റ് അഡീഷൻ നടന്നു. ഇപ്പൊ ഹീറ്റ് അഡീഷൻ നടക്കുമ്പോൾ എന്താണ്, ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പിസ്റ്റൺ വലത്തേക്ക് മൂവ് ചെയ്യും. ഈ ഒരു പിസ്റ്റൺ എന്ത് സംഭവിച്ചു, അത് വലത്തേക്ക് മൂവ് ചെയ്തു. കാരണം അത് എങ്ങോട്ടേക്ക് മാറി, ഈ ഒരു പൊസിഷനിലേക്ക് മാറി. അതിങ്ങനെ മാറി നിന്നു. അപ്പോൾ ഇവിടെ നിന്നും ഇത്രയും ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഡിസ്റ്റൻസ് എത്രയാണ്, DL ആണ് അതിലുണ്ടായ ഡിസ്റ്റൻസ്. അപ്പം നമുക്ക് എന്താ പറയുക, അതിന്റെ അതിന് നമുക്ക് എന്ത് കിട്ടിയ ഒരു പുതിയ ബൗണ്ടറി അവിടെ ഫോം ചെയ്തു. ഇതാണ് നമ്മുടെ പുതിയ ബൗണ്ടറി. ഇതുണ്ടാക്കിയ പുതിയ ബൗണ്ടറിയുടെ പ്രഷറും വെലോസിറ്റിയും വ്യത്യാസമല്ലേ. അപ്പൊ നമുക്ക് P2 V2 കിട്ടി. അങ്ങനെയാണ് നമ്മളിവിടെ വരച്ച ഗ്രാഫില്ലേ, അങ്ങനെയാണ് നമുക്ക് ഈ രണ്ടാമത്തെ ലൊക്കേഷൻ കിട്ടി. 2 സ്റ്റേറ്റ് കിട്ടി നമുക്ക്. ഒന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് സ്റ്റേറ്റും കിട്ടി, ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു സെക്കൻഡ് സ്റ്റേറ്റ് നമുക്ക് അവിടെ കിട്ടി. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ PV ഡയഗ്രാമിന്റെ അകത്ത് നമ്മളിപ്പം തന്നേക്കുന്ന ആ കേസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തൊക്കെ കിട്ടി, ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ DL വന്നു, P1 P2 എല്ലാം കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വർക്ക് ഡൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനു മുമ്പേ നമ്മളിവിടെ പറഞ്ഞു വിട്ടൊരു പിസ്റ്റൺ ഉണ്ട്. ആ ഒരു പിസ്റ്റണിന്റെ ഇപ്പൊ ഞാനിവിടെ ആ ഒരു പിസ്റ്റൺ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു പിസ്റ്റൺ ഇതാണ് നമ്മുടെ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴാണ്, ഇതിനെ നമ്മൾ മുമ്പിൽ നിന്ന് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് അതിന് കിട്ടുന്നത്. ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഫിഗറിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിന് ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കില്ല അതിന്റെ ടോപ്പ് വ്യൂ. ഇതായിരിക്കത്തില്ല അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കത്തില്ല. ആ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ആ ഒരു പിസ്റ്റൺ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ലേ. അപ്പൊ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഏരിയയാണ് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നതാണ് ഈ ഒരു പാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിസ്റ്റനെ നെടുകെ മുറിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഏരിയയാണ് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ അകത്ത് വിച്ച് റിസൾട്ട്സ് ഇൻ സ്ലൈഡ് മൂവ്മെന്റ്, എന്ത് കാരണത്താൽ നമ്മൾ ചൂട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ലൈഡ് മൂവ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ ഇൻ റൈറ്റ് ഡയറക്ഷനിലേക്ക് ഒരു സ്ലൈറ്റ് മൂവ്മെന്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ദ ഡിസ്പ്ലേസ്മെന്റ് മെയ്ഡ് ബൈ ദ പിസ്റ്റൺ ഈസ് DL and the cross-sectional area of the piston is considered as A. ഞാൻ പറഞ്ഞു അതിന് നെടുകെ മുറിക്കുമ്പോൾ കിട്ടുന്നത് അതാണ് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്ന വർക്ക് ഡൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന പിസ്റ്റണെ നമ്മൾ വലത്തേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു വർക്ക് ഡൺ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോറി, ഇവിടെ നിന്നും ഇവിടെ വരെയുള്ളതാണ് നമ്മുടെ DL എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു പിസ്റ്റൺ ഹെഡ് മുതൽ ഈ ഒരു എൻഡ് വരെ, ഈ ഒരു പിസ്റ്റൺ ഹെഡ് വരെ, ഈ ഒരു ലൊക്കേഷൻ വരെയാണ് DL എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വർക്ക് ഡൺ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വർക്ക് ഡൺ എന്താണ്, DW ഈസ് ഈക്വൽ ടു, നമുക്കറിയാം വർക്ക് ഡൺ ഡബ്ല്യുവിന്റെ ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫോഴ്സ് നമുക്ക് കിട്ടും, F അറിയാം, F ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്ര ഡിസ്റ്റൻസ് അത് മാറിയേക്കുന്നത്, DL ഡിസ്റ്റൻസ് ആണ് അത് മാറിയേക്കുന്നത്. അപ്പൊ അത് നമ്മൾ എഴുതി വെച്ചു, DL എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് നമ്മൾ എഴുതി വെച്ചു. അപ്പൊ നമുക്കറിയാവുന്ന 2-3 ഇക്വേഷൻസ് നമുക്ക് എഴുതി വയ്ക്കും. നമുക്ക് DW ഈസ് ഈക്വൽ ടു F ഇൻറ്റു DL എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തറിയാം, P യുടെ റിലേഷൻ എടുക്കാം. P ഈസ് ഈക്വൽ ടു F ബൈ ഫോഴ്സ് അപ്ലൈഡ് ബൈ യൂണിറ്റ് ഏരിയ, A എന്നുള്ള റിലേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, F ഈസ് ഈക്വൽ ടു നമുക്ക് P ഇൻറ്റു A എന്ന് നമുക്ക് എഴുതാം. നമുക്ക് ഈ P ഇൻറ്റു A എന്ന് പറയുന്നത് നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും,
നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഇൻറ്റു എ ഇൻറ്റു ഡി എൽ എന്ന് നമുക്ക് കിട്ടും. കിട്ടിയില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് എ ഇൻറ്റു ഡി എൽ, എ ഇൻറ്റു ഡി എൽ ഇതിലുള്ള എ ഇൻറ്റു ഡി എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയമാണ് അതിന് വരുന്നത്. വോളിയം വരുമ്പോൾ വോളിയം എങ്ങനെയാണ് വരുന്നത്? ഏരിയ എന്ന് പറയുന്നത് ഈ പിസ്റ്റന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ പിസ്റ്റന്റെ അല്ലെങ്കിൽ ഈ ഒരു പിസ്റ്റൺ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പിസ്റ്റന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ ഡി എൽ ഏതാണ്? ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തേക്കുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഏരിയ. അപ്പം ഏരിയ ഇൻറ്റു ലെങ്ത് എന്താണ്? ഏരിയ ഇൻറ്റു ലെങ്ത് എന്താണ്? ലെങ്ത് എന്ന് പറയുന്നത് വോളിയം അല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്താണ് പി ഡി വി എന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡി വി എന്ന് നമുക്ക് കിട്ടി. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക്? ഇനി ഇതിനൊരു യൂണിറ്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ യൂണിറ്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ഇവിടെ നേരത്തെ കിട്ടിയത്? ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? പി ഡി വി എന്നാണ്. ക്യാപിറ്റൽ ലെറ്റർ വി ആണ് നമുക്ക് കിട്ടിയത്. ക്യാപിറ്റൽ ലെറ്റർ വി ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിനെ യൂണിറ്റ് മാസിൽ കൺസിഡർ ചെയ്യാം. യൂണിറ്റ് മാസിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ യൂണിറ്റ് മാസിൽ ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ ഡി വി ബൈ എം സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിലോഗ്രാമിലുള്ള കാര്യം കിട്ടും. അപ്പം നമുക്കെന്ത് സ്പെസിഫിക് വോളിയത്തിന്റെ കണക്കിലുള്ള നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ എന്ത് മാറും? നമുക്ക് എന്ത് കിട്ടും? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി. ഇതാണ് നമുക്ക് യൂണിറ്റ് മാസിന്റെ അകത്തുള്ള എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൺസിഡർ എ യൂണിറ്റ് മാസ് വി വിൽ ഗെറ്റ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി. ഇതിൽ വി എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് വോളിയത്തെയാണ് നമ്മൾ വി എന്ന് പറയുന്നത്. ദിസ് വർക്ക് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക്. When we integrate, we will get work is equal to integral P dV. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന V എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയത്തിന്റെ V ആണ്. ഇനി അടുത്തൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് ഇവിടെ നിന്നൊരു ഗ്രാഫ് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നിന്നൊരു ഗ്രാഫ് രണ്ട് സ്റ്റേറ്റിൽ വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് കിട്ടി. P1 V1 P2 V2. അത് എപ്പോഴാണ് കിട്ടിയത്? ഇവിടെ ഇരിക്കുന്ന പിസ്റ്റൺ വലത്തേക്ക് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് മൂവ് ചെയ്തപ്പോഴാണ് നമുക്കത് അങ്ങനെ കിട്ടിയത്. നമുക്ക് ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിന് നമുക്കൊരു റിവേഴ്സിബിൾ പ്രോസസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം റിവേഴ്സിബിൾ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ നമ്മൾ അതിനെ എന്താണ് ഒരു കോസിസ്റ്റാറ്റിക് പ്രോസസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്തായിരുന്നു ഒരു കോസിസ്റ്റാറ്റിക് പ്രോസസ്സ്? കോസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു ഒരു പിസ്റ്റൺ സിലിണ്ടർ കോമ്പിനേഷന്റെ അകത്ത് ഇങ്ങനെ ഒരു പിസ്റ്റൺ സിലിണ്ടർ ഇരിക്കുന്നു. അതിൻ്റെ അകത്തൊരു ഗ്യാസ് ഉണ്ട്. അതിനെന്താണ് ഒരു P1 V1 ഉണ്ട്. അപ്പം എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് വെച്ച് കഴിയുമ്പോൾ P1 V1 അതിലേക്ക് ലോഡൊന്നും അപ്ലൈ ചെയ്യുന്നില്ലാത്ത കണ്ടീഷൻ. ലോഡൊന്നും അപ്ലൈ ചെയ്യാത്ത കണ്ടീഷനിലാണ് ഇത് കിട്ടുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇതിലേക്ക് പതുക്കെ 1 കിലോഗ്രാമിന്റെ ഒരു വെയിറ്റ് അപ്ലൈ ചെയ്തു. പിന്നെ വീണ്ടും അതിലേക്ക് ഒരു കിലോഗ്രാം വെയിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തു. ഇങ്ങനെ വീണ്ടും അപ്ലൈ ചെയ്തു. അപ്പൊ ഇങ്ങനെ എനിക്ക് കിട്ടി എന്ത് കിട്ടി? നമുക്കൊരു ലൊക്കേഷൻ കിട്ടി. നമുക്ക് P2 V2 കിട്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. അതുവഴി നമുക്ക് എന്ത് കൂടുന്നു? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണെന്നുള്ളത് നമുക്കറിയാം. വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണെന്ന് നമുക്കറിയാം. അപ്പം വോളിയം കുറയും തോറും ഇവിടുത്തെ പ്രഷർ ഇൻക്രീസ് ആകുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ഗ്രാഫ് കിട്ടി. ഇനി എന്ത് ചെയ്തു? ഇവിടെ നിന്നും ഇവിടെ വെച്ചേക്കുന്ന ആ ഒരു ലോഡ് പതുക്കെ എടുത്ത് മാറ്റുന്നു. ഇവിടുന്ന് എടുത്ത് മാറ്റി. അപ്പം ഇവിടുത്തെ വോളിയം ഇൻക്രീസ് ആകുന്നു അല്ലേ? ഇവിടുത്തെ പിസ്റ്റൺ പതുക്കെ മുകളിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങത്തില്ലേ ഇവിടുന്ന് ഈ ഒരു ലോഡ് ഇവിടുന്ന് മാറ്റി വരുമ്പോ? അപ്പൊ അത് പതുക്കെ ഓരോന്നും സിംഗിൾ ഈ ഓരോരോ കിലോഗ്രാമും പതുക്കെ മൂവ് ചെയ്യും. അപ്പൊ എന്താ പതുക്കെ ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് ഇവിടുന്ന് അതിനെ മൂവ് ചെയ്തപ്പം അതേ സെയിം പാത്തിൽ തന്നെയാണ് അത് തിരിച്ച് അതിന്റെ P1 ലൊക്കേഷനിലേക്ക് വന്നത്. ഇങ്ങനെ പതുക്കെ അതിന്റെ ലോഡ് മാറ്റി ആ ഒരു ഇനീഷ്യൽ പൊസിഷനിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയായിരുന്നു നമ്മൾ
ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ കേസ്, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു കേസിൽ നമ്മൾ എടുക്കുന്നത്. ഇവിടുത്തെ ആ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിലും ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിലും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഈ ഒരു പിസ്റ്റണിനെ ചെറുതായിട്ട് ചെറിയൊരു മൂവ്മെന്റ് ബാക്കിലേക്ക് ഉണ്ടെന്ന് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുക. ചെറിയൊരു സ്ലൈറ്റ് മൂവ്മെന്റ് ബാക്കിലേക്ക് പതുക്കെ നടക്കണം. അപ്പം നമ്മൾ എന്താ പറയുക, അതിനൊരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, ഒരു ഗ്രാഫ് നമുക്ക് കിട്ടി. സാധാരണയുള്ള കേസിൻ്റെ അകത്തുള്ള നമുക്ക് പി വി ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് P1 V1 P2 V2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ എവിടേക്ക് മൂവ് ചെയ്യുന്നു, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഇപ്പൊ റൈറ്റിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഇനി ഇതിനെ ഒരു സ്ലൈറ്റ് മൂവ്മെന്റ് നമുക്ക് DL എന്ന് പറയുന്ന ഒരു സ്ലൈറ്റ് പതുക്കെ ഈ ഒരു പിസ്റ്റൺ ഇടത്തോട്ട് മൂവ് ചെയ്യുക. അപ്പൊ ഇടത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മൂവ് ചെയ്തു, വീണ്ടും പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് എന്ത് കിട്ടി, ആ ഒരു സെയിം പാത്തിൽ തന്നെ അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് എത്തി. അപ്പൊ അതാണ് എന്ത്, ഒരു P1 V1 എന്ന് പറഞ്ഞു. P2 V2ൽ നിന്ന് വീണ്ടും അത് P1 V1ലേക്ക് വന്നു. എന്താണ്, ആ സെയിം പാത്തിലൂടെ തന്നെ, അല്ലെ? അപ്പൊ അതെന്തായി, ഒരു റിവേഴ്സിബിൾ പ്രോസസ് അല്ലെങ്കിൽ ഒരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ഇനി ഞാൻ ഇങ്ങനെ ഒരു റിവേഴ്സിബിൾ പ്രോസസ് നടന്നതിൻ്റെ അകത്തുള്ള ഒരു ചെറിയ ഒരു പോർഷൻ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു ചെറിയ പോർഷൻ ഞാൻ കൺസിഡർ ചെയ്തു. അവിടെ ഉണ്ടാകുന്ന ഒരു സ്പെസിഫിക് ഒരു പ്രഷറും അതിനൊരു സ്പെസിഫിക് പ്രഷറുണ്ട്, അല്ലെ? ആ ഒരു ഏരിയക്ക് ഒരു സ്പെസിഫിക് അത്രയും ഏരിയ ആ ഒരു സമയത്തുള്ള ഒരു പ്രഷറിലുള്ള എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഗ്രാഫ് അനുസരിച്ച് നമുക്ക് ഇപ്പം ഈ ഒരു നമ്മൾ വരച്ചതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഒരു DV കിട്ടി, അല്ലെ? നമ്മൾ ഇവിടുന്ന് ഈ ഒരു കുറച്ച് ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് ഈ ഗ്രാഫിലേക്ക് എന്ത് കിട്ടി, നമുക്കൊരു DV എന്ന് കിട്ടി. DV എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നേരെ ഈ ഒരു വോളിയത്തിന്റെ ഈ ഒരു ആക്സിസിലേക്കാണ് വരുന്നത്. നമുക്ക് എന്ത് കിട്ടി, ഒരു DV കിട്ടി. പിന്നെ എന്താണ് ഈ ഒരു ഡിസ്റ്റൻസ്, ഇവിടെ നിന്നുമുള്ള ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള പ്രഷർ. അപ്പോൾ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രഷറാണ്, അതുകൊണ്ട് നമ്മൾ DP എന്നെടുത്തില്ല, P എന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തു. ആ ഒരു പ്രഷർ, ആ ഒരു പോയിന്റിലുള്ള ആ ഒരു പ്രഷറിനെ നമ്മൾ P ആയിട്ട് എടുത്തു. നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി, ലെങ്തും കിട്ടി, അതിന്റെ ബ്രെഡ്ത്തും കിട്ടി, L × B. അപ്പം നമുക്ക് എന്ത് പറയാം, W = P × DV എന്ന് പറയാം. അപ്പൊ എന്താണ് ആ ഒരു കർവിന് അണ്ടറിലുള്ള ഏരിയയാണ് നമുക്കിവിടെ കിട്ടിയത്. ആ കർവിന് അണ്ടറിലുള്ള ആ ഒരു ഏരിയയാണ് നമുക്ക് എന്താ, W = P × DV. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഓർത്ത് വെക്കണം. എങ്ങനെയാണ് P × DV എന്ന് കിട്ടിയത്, ഈ ഒരു പാത്തിൽ നിന്നുമുള്ള ഒരു ചെറിയ ഒരു മൈന്യൂട്ട് ഡിസ്പ്ലേസ്മെന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്തു. മൈന്യൂട്ട് ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് അതെന്ത് കിട്ടി, ഒരു DV ആയിട്ട് കിട്ടി, ഒരു ചേഞ്ച് ഇൻ വോളിയം കിട്ടി. ഒരു ചെറിയൊരു മൈന്യൂട്ട് ഡിസ്പ്ലേസ്മെന്റ് DL കാരണം ഒരു ചെറിയ ഒരു DV ചേഞ്ച് ഇൻ വോളിയം നമുക്ക് ഇവിടെ കിട്ടി. ആ ചേഞ്ച് ഇൻ വോളിയത്തിലുള്ള ആ പ്രഷർ എന്തായിരിക്കും, മൈന്യൂട്ട് ചേഞ്ച് ഇൻ പ്രഷർ ആയതുകൊണ്ട് നമ്മൾ അവിടെ DP എന്ന് എടുത്തില്ല, P എന്ന് തന്നെ എടുത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. അപ്പൊ നമുക്ക് W എന്താണ്, P × DV എന്ന് നമുക്ക് എഴുതിക്കൂടെ? അങ്ങനെയാണ് നമ്മൾ ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് വർക്ക് ഡൺ ആയിട്ട് നമ്മൾ എടുത്തത്. അങ്ങനെയാണ് നമുക്ക് അതിനെ കിട്ടിയത്. അപ്പം അതിനെ നമുക്ക് എന്താ പറയാം, കറസ്പോണ്ടിങ് ടു ദിസ് ചേഞ്ച് കൺസിഡർ എ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് ഇൻഫിനൈറ്റ്ലി സ്ലോ. ഇൻഫിനൈറ്റ്ലി സ്ലോ എന്ന കണ്ടീഷൻ പറയാൻ കാരണം എന്താണ്, ഇതൊരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആയതുകൊണ്ടാണ്. അതെന്താണ്, പതുക്കെ അല്ലേ അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വന്നത്, അല്ലെ? പതുക്കെ അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് അതെത്തി, അല്ലെ? അതാണ് ഇൻഫിനൈറ്റ്ലി സ്ലോ പ്രോസസ് ആണ്. അപ്പൊ അതിലുള്ള ഒരു ചെറിയ മൈന്യൂട്ട് DL നമ്മളിവിടെ കൺസിഡർ ചെയ്തു. DL അറ്റ് എ സ്മോൾ പ്രഷർ P. എന്തെടുത്തില്ല, DP എന്നെടുത്തില്ല, ഇതൊരു സ്മോൾ പ്രഷർ ആയതുകൊണ്ട് അവിടെ P എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള പ്രഷറെ നമ്മൾ എടുത്തിട്ടുള്ളൂ. കറസ്പോണ്ടിങ് ടു ദിസ് ചേഞ്ച് വി വിൽ ഗെറ്റ് എ വോളിയം ചേഞ്ച് ആസ് DV.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിസ്റ്റന്റെ ചെറിയ സ്ലൈഡ് മൂവ്മെന്റ് കാരണം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വോളിയം ചേഞ്ച് എത്രയാണ് dv എന്ന് കിട്ടി. That small area under that curve can be considered as an elemental area. The small area under that curve can be considered as elemental area. ഈ ഒരു ഏരിയനെ നമ്മൾ എന്താണ് ഒരു എലമെന്റൽ ഏരിയ ആയിട്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. വെറുതെ ആ ഒരു ഏരിയക്ക് ഒരു നെയിമിംഗ് കൊടുത്തേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഏരിയ ഈസ് പി ഇൻറ്റു ഡി വി, ദാറ്റ് ഈസ് ഡി ഡബ്ല്യു. നമുക്ക് എന്ത് കിട്ടി? ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി എന്ന് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി? വെറുതെ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടി അല്ലെ? അപ്പോൾ ഫ്രം ദിസ് ഗ്രാഫ്, ഫ്രം ദിസ് ഇൻഫറൻസ് we can come to a conclusion that area under that curve can give work transfer. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ അണ്ടർ ഈ ഒരു കർവിന് അണ്ടറിലുള്ള, അപ്പം ഇതേ കേസ് തന്നെ ആയിരിക്കുമല്ലോ ഇവിടുത്തെ സ്ലൈറ്റ് മൂവ്മെന്റ്, ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ലൈറ്റ് മൂവ്മെന്റും ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ലൈറ്റ് മൂവ്മെന്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ സ്ലൈറ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഇവിടുത്തെ ഒരു സ്ലൈറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ലൈറ്റ് മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്നത് ഇതായിരിക്കും അതിന്റെ ഏരിയ, ഇതായിരിക്കും എന്താ അതിന്റെ എലമെന്റൽ ഏരിയ. അപ്പം ഇവിടുത്തെ വർക്ക് കിട്ടി, ഇവിടുത്തെ വർക്ക് കിട്ടി, ഈ ഒരു സൈഡിലെ വർക്ക് കിട്ടി. എന്ത്? ഈ ഒരു കർവിന്റെ അടിയിൽ നിന്നും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു കർവിന്റെ അടിയിൽ നിന്ന് നമുക്ക് ഒരു പ്രോസസ്സിന്റെ വർക്ക് ഡൺ നമുക്ക് കിട്ടും എന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞോളൂ. From this inference, we can come to a conclusion that area under that curve, ഈ ഒരു കർവിന് അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് അതിന്റെ വർക്ക് ട്രാൻസ്ഫർ ആണെന്ന് നമുക്ക് പറയാം അല്ലെ? ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഇപ്പം 1-ൽ നിന്നും 2-ലേക്ക്, 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും ഇപ്പൊ നമുക്ക് ഇവിടെ 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്നും എവിടേക്ക് എത്തി? 2 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തി. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രോസസ്സ് സംഭവിച്ചു അല്ലെ? ഇവിടെ ഒരു പ്രോസസ്സ് സംഭവിച്ചു. അപ്പൊ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പോൾ ഈ മൊത്തം ഏരിയ അണ്ടർ ദ കർവ് ആണ് വർക്ക് ട്രാൻസ്ഫർ എന്ന് കിട്ടുന്നത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഗ്രാഫ് കണ്ടോ? ഈ ഏരിയ അണ്ടർ ദ കർവ് എന്ത് കിട്ടി നമുക്ക്? ഈ ഒരു ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് വർക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് കിട്ടി. എന്നിട്ട് നമുക്ക് വർക്ക് ട്രാൻസ്ഫർ കിട്ടി. ഇനി ഞാനിപ്പോ ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചു. നമ്മൾ ആ പ്രോസസ്സ് നമ്മളിങ്ങനെ കിട്ടി. നമുക്ക് എന്ത് കിട്ടി? P1 V1 എന്ന് കിട്ടി. ഇത് P2 V2 കിട്ടി. ഇതാണ് ഫസ്റ്റ് കേസ്. ഇത് സെക്കൻഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റും സെക്കൻഡ് സ്റ്റേറ്റും കിട്ടി. ഇതാണ് അതിന്റെ ആ ഒരു പ്രോസസ്സിന്റെ പാത്ത്. P P. പിന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ നിന്നിരിക്കുന്ന ഒരു എന്താണ് ആ ഒരു പിസ്റ്റൺ ഇടത്തു നിന്നും വലത്തേക്ക് മൂവ് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഒരു വർക്ക് ഡൺ നടന്നെന്ന് പറയുന്നത് അല്ലെ? അപ്പോഴാണ് സോ വർക്ക് ട്രാൻസ്ഫർ ഡ്യൂറിംഗ് ദ പ്രോസസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് W12. 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നടക്കുമ്പോഴുള്ള ആ ഒരു സമയത്തുള്ള വർക്കിനെ നമ്മൾ വർക്ക് 1, 2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറഞ്ഞാൽ we will not represent work as W1 or W2 alone because we cannot measure work at a specific state. നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് പ്രഷറിനെയും വോളിയത്തിനെയും ആ ഒരു പിസ്റ്റൺ ഈ ഒരു സൈഡിൽ ഇരിക്കുമ്പോഴുള്ള പ്രഷർ വോളിയം നമുക്ക് കിട്ടും. ഈ ഒരു സൈഡിൽ ഇത്രയും മാറി നിൽക്കുമ്പോഴുള്ള പിസ്റ്റന്റെ അവിടെ സംഭവിക്കുന്ന പ്രഷറും വോളിയവും നമുക്ക് കിട്ടും. എന്താണ് രണ്ട് വ്യത്യസ്തമായ സ്റ്റേറ്റുകളിലുള്ള. പക്ഷെ എന്ത് കിട്ടത്തില്ല? നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റിലുള്ള വർക്കും സെക്കൻഡ് സ്റ്റേറ്റിലുള്ള വർക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തില്ല. അത് എപ്പോഴേ നമുക്ക് കിട്ടത്തുള്ളൂ? 1-ൽ നിന്നും 2-ലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പിസ്റ്റൺ ഇടത്തു നിന്നും വലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഒരു വർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്ത് പറയാം? അതുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് എന്ന് പറയുന്ന ഒരു പാത്ത് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ.
ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വർക്കിനെ നമുക്ക് അളക്കാൻ പറ്റുന്നത്. ഒരു സ്റ്റേറ്റിൽ നമുക്ക് എന്ത് കിട്ടാം? അതിന്റെ പ്രഷറിനെയും വോളിയവും കിട്ടും. P2 V2 കിട്ടും. പക്ഷെ ഓരോ സ്റ്റേറ്റിലും നമുക്ക് വർക്ക് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് വർക്കിനെ നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ? ആ ഒരു പാത്തിന്റെ ഡെഫിനിഷൻ വെച്ച് പറയത്തുള്ളൂ. ഈ വർക്ക് W1 to 2 അതിന്റെ ഒരു പാത്ത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. 1ൽ നിന്നും 2ലേക്ക് ചെയ്യുന്ന ആ ഒരു പാത്ത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ PdV വർക്കിനെ നമുക്ക് ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ W1 to 2 1 to 2 എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലുള്ള വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് V1 to V2 വോളിയം 1ഉം വോളിയം 2 ഇടത് സൈഡിൽ ഇരിക്കുമ്പോൾ ഉള്ള വോളിയവും വലത്ത് സൈഡിൽ ഉണ്ടാകുന്ന ആ ലിമിറ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ ഒരു ലിമിറ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? P.dv എന്ന് നമുക്ക് കിട്ടി. P.dv എന്ന് നമുക്ക് കിട്ടി. ഇതാണ് വർക്ക് ഡൺ ഇൻ എ പ്രോസസ്, അല്ലെങ്കിൽ ഒരു പാത്തിൽ ഉണ്ടാകുന്ന ഒരു വർക്ക് ഡൺ നമുക്ക് ഇവിടെ നിന്നും കിട്ടി. ലിമിറ്റ് W1 to is equal to integral V1 to V2 P.dv. ഇതിന്റെ അകത്തൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്ത് ഗ്യാസ് പ്രഷർ, അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് എന്ന് പറയുമ്പോൾ ഈ ഒരു പിസ്റ്റൺ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സിലിണ്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ വലത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം ഈ പിസ്റ്റൺ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. എന്ത് കാരണത്താൽ? ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ജനറേഷൻ കാരണം, ഇവിടെ ഉണ്ടാകുന്നതിന്റെ വോളിയം ചേഞ്ച് കാരണമാണ് ഇവിടെ പിസ്റ്റൺ വലത്തേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നടക്കുന്നത്? ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഒരു വർക്ക് നടത്തി. എന്താണ് അവിടുത്തെ വർക്ക്? ഈ പിസ്റ്റണെ വലത്തേക്ക് മൂവ് ചെയ്തു. അപ്പൊ എന്താണ്? ഒരു സിസ്റ്റം ഒരു വർക്ക് ചെയ്യുമ്പോൾ അതെന്താണ്? ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് മാറുന്നത്. അപ്പം പിന്നെ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പൊ നമ്മൾ ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു. ആ ഒരു പിസ്റ്റണിലേക്ക് നമ്മൾ ഇതിന്റെ അകത്ത് ഗ്യാസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഹീറ്റ് അഡീഷൻ ഒന്നും നടത്തുന്നില്ല. അതിന്റെ മുകളിൽ നിന്നും അതിന്റെ പുറത്തു നിന്നും എന്താണ്? ഒരു പിസ്റ്റണെ അകത്തേക്ക് മൂവ് ചെയ്യുക, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ചിട്ട്. അപ്പം സിസ്റ്റത്തിലേക്ക് വർക്ക് അപ്ലൈ ചെയ്യണം. വർക്ക് ഈസ് ഡൺ ഇൻ ടു ദ സിസ്റ്റം. എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്തായിരിക്കും? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് ഓൾവേസ് പോസിറ്റീവ്. എന്ന് വെച്ചാൽ ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ പിസ്റ്റൺ വലത്തേക്ക് തന്നെ മൂവ് ചെയ്യും. ആ ഒരു വർക്ക് ഒരു പോസിറ്റീവ് വർക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അതേ സമയത്ത് ആ പിസ്റ്റണിന്റെ അകത്തേക്ക് നമ്മൾ ആ ഒരു സിലിണ്ടറിന്റെ അകത്തേക്ക് നമ്മൾ പിസ്റ്റണിനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ആ പിസ്റ്റണിനെ അകത്തേക്ക് മൂവ് ചെയ്തു. ഇവിടെ ഹീറ്റ് അഡീഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ എന്താണ്? അതിനെയാണ് നമ്മൾ നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. When the work is done by the system എന്ന് പറയുമ്പോൾ ആ പിസ്റ്റൺ മൂവ് ചെയ്തു, അതെന്താണ്? ഇറ്റ് ഈസ് എ പോസിറ്റീവ് വർക്ക്. When the work is done on to the system, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിസ്റ്റൺ വീണ്ടും സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ ഇടത്തോട്ട് അത് വീണ്ടും ആ ഒരു പിസ്റ്റൺ വീണ്ടും ഇടത്തേക്ക് മൂവ് ചെയ്യുക. അപ്പൊ അതിനെ ആ ഒരു വർക്കിനെ എന്താണ് പറയുന്നത്? അതൊരു നെഗറ്റീവ് വർക്ക് ആയിരിക്കും. അതാണ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്. നമ്മൾ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാത്ത് ഫംഗ്ഷൻ ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്രോസസ്സ് എടുക്കുക. ഈ ഒരു PV ഡയഗ്രാമത്തിലുള്ള ഒരു പ്രോസസ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര തരം പാത്തുകളുണ്ട്? A എന്ന് പറയുന്ന ഒരു പാത്തുണ്ട്, B എന്ന് പറയുന്ന പാത്തുണ്ട്, C എന്ന് പറയുന്ന പാത്തുണ്ട്. അപ്പം ഇത് എല്ലാം ഓരോരോ പ്രോസസ്സുകളാണ്. ഇതൊരു പ്രോസസ്സാണ്, B എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, C എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനൊരു പാത്തും ഉണ്ടാവും, അതിനൊരു സ്റ്റേറ്റും ഉണ്ടാകും. അപ്പോഴാണ് ഒരു പ്രോസസ്സ് ആകുന്നത്, അല്ലെ? അതേപോലെ തന്നെ ഇവിടെ എന്താണ്? 3 തരത്തിലുള്ള പ്രോസസ്സുകളുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റേറ്റിലുള്ള വാല്യൂസ് എല്ലാം സെയിം ആണ്. ഇവിടുത്തേതും P1 V1 തന്നെയാണ്, ഇവിടെയും എന്താണ്? P2 V2 ആണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന വർക്ക് നമ്മൾ മുമ്പ് എന്താണ് പറഞ്ഞത്? ഏരിയ അണ്ടർ ദ കർവ് ആണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിന്റെ അകത്ത് നമുക്ക് P1 V1 കിട്ടി, P2 V2 കിട്ടി. ഇനി നമുക്ക് ഏരിയ അണ്ടർ ദ കർവ്, നമുക്ക് ഇതിൽ നിന്നുള്ള വർക്ക് ട്രാൻസ്ഫർ നമുക്ക് നോക്കാം. ഇതിന്റെ അകത്ത് ഞാനിപ്പോൾ പറയുകയാണ്, ഇതിന്റെ അകത്ത് ഫസ്റ്റ് പാത്ത് എടുത്തു, A എന്ന് പറയുന്ന പാത്ത് എടുത്തു. A എന്ന പാത്തിന് താഴെയുള്ള വർക്ക് എന്താണ്?
ഏരിയ അണ്ടർ ദ കർവ്, ഇതാണ് അതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഏരിയ ആണ് അതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പ്രോസസ്സിൽ. ഇനി നമ്മൾ ബി എന്ന് പറയുന്ന പ്രോസസ്സ് എടുക്കുക. ബി എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ബി എന്ന് പറയുന്ന പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന പ്രോസസ്സിന്റെ വർക്ക് ഡൺ ഈ ഇത്രയും പാർട്ടിന് താഴെയുള്ള ഏരിയ. അപ്പൊ അതെന്തായിരിക്കും? ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ സി എന്ന് പറയുന്ന പാത്തിന്റെ വർക്ക് ഡൺ എന്തായിരിക്കും? ഈ ഒരു കർവിന് താഴെയുള്ള കാര്യം. ഈ ഒരു കർവിന് താഴെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ ഇതൊരു ഏരിയ, ഇത്രയും പാർട്ട് അല്ലെ. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ഓരോ കർവിനും സെപ്പറേറ്റ് വർക്ക് ഡൺ ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും പക്ഷെ രണ്ടും സെയിം ആയിരുന്നു. ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണ്. പക്ഷെ അതിന്റെ ഒരു പാത്ത് വ്യത്യാസമുണ്ട്. പാത്ത് വ്യത്യാസം കാരണം അതുണ്ടാക്കുന്ന വർക്കും അതേപോലെ വ്യത്യാസം ഉണ്ടാകും. ബേസ്ഡ് ഓൺ ദ ഗ്രാഫ്, one minute. Based on the graph, it is possible to take a system from state 1 to state 2 along many quasi-static paths like A, B, C. 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് P1 ൽ നിന്നും P2 ലേക്ക് പോകാൻ വേണ്ടി മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് പാത്തുകളുണ്ട്. അതെന്ന് വെച്ചാൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. The area under each curve is different, so വർക്ക് ട്രാൻസ്ഫർ ഏരിയ അണ്ടർ ഈച്ച് കർവ്, അതാണ് ഞാൻ ഓരോ ഓരോ കളർ വെച്ച് വരച്ചത്. ഏരിയ അണ്ടർ ദ എ എന്ന് പറയുന്ന കർവ് അതിൽ നിന്നുണ്ടാക്കുന്ന വർക്കും ഏരിയ അണ്ടർ സി എന്ന് പറയുന്ന പാത്തിൽ നിന്നുണ്ടാക്കുന്ന വർക്കും വ്യത്യസ്തമായിരിക്കും. ഏരിയ അണ്ടർ ഈച്ച് കർവ് ഈസ് ഡിഫറെന്റ്, സോ വർക്ക് ഡൺ ബൈ ഈച്ച് പ്രോസസ് വിൽ ഓൾസോ ബി ഡിഫറെന്റ്. It depends on path of the system, not the end state. Path of the system, not the end state. End state എന്താണ്? നമുക്ക് എന്ത് കിട്ടും? P1 V1 V1 P2 V2 ആണ് എൻഡ് സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ പാത്തിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്? വർക്ക് മാത്രമേ നമുക്ക് പാത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഏരിയ അണ്ടർ ഈച്ച് കർവ് is different, so work done by each process will also be different. It depends on the path of that system, not the end state. That is why work is called as a path function. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വർക്കിനെ നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. പാത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്ക് DW is an inexact or imperfect differential എന്ന് പറയാൻ കാരണം നമുക്ക് എയുടെ വർക്ക് ഡണ്ണും ബിയുടെ വർക്ക് ഡണ്ണും സിയുടെ വർക്ക് ഡണ്ണും എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പം W1 2 for എയും W1 2 for ബിയും W1 2 for സിയും നോട്ട് ഈക്വൽ അല്ലേ. ഇത് മൂന്നിന്റെ വർക്ക് വ്യത്യസ്തമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇൻപെർഫെക്റ്റ് ഓർ ഇൻഎക്സാക്ട് ഓർ ഇംപെർഫെക്റ്റ് ഡിഫറൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ലിമിറ്റ് ഇടുക. പ്രോസസ് ഇന്റഗ്രൽ ഓഫ് 1 to 2 dw is not equal to w2 minus w1. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സ്റ്റേറ്റിന്റെ കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. w2 എന്നും w1 എന്നും നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു എയിൽ ഉണ്ടാകുന്ന വർക്കും ബിയിൽ ഉണ്ടാകുന്ന വർക്കും സിയിൽ ഉണ്ടാകുന്ന വർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോഴും നമുക്കൊരു സ്പെസിഫിക് വാല്യൂ W12 എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല, ഒരു ഈക്വൽ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇന്റഗ്രൽ 1 to 2 dw is equal to നമുക്ക് എന്തെങ്കിലും W12 or 1W2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ഇവിടെ ഇംപെർഫെക്റ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാലോ, വർക്ക് നമുക്ക് ഒരിക്കലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും കിട്ടുന്നില്ല, ഒരു പാത്തിൽ നിന്ന് മാത്രമേ അതിന്റെ വർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി വർക്ക് ആസ് എ പാത്ത് ഫംഗ്ഷൻ, നമുക്ക് എങ്ങനെ അത് പാത്ത് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പോയിന്റ് ഫംഗ്ഷനുമുണ്ട്, രണ്ട് തരത്തിലുള്ളവരുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. വൺ ഈസ് പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് അതർ ഈസ് പാത്ത് ഫംഗ്ഷൻ.
പാത്ത് ഫംഗ്ഷൻ എന്തായിരിക്കും? വർക്ക് ഡൺ ആയിരിക്കും. വർക്ക് ഡൺ അല്ലെങ്കിൽ നമുക്ക് എനർജി എന്ന് നമുക്ക് പറയാം. എനർജി ആയിരിക്കും വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ് ഫംഗ്ഷൻ എന്താണ്? പോയിന്റ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ 1 ഉണ്ട്, ഇത് 2 എന്ന് പറഞ്ഞു, ഇവിടെ P1 ഉണ്ട്, V1, P2, V2. എന്താണ്? ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് അല്ലെ? തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. അപ്പൊ പോയിന്റ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. P, V, T അതാണ് ഒരു പോയിന്റ് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻഎക്സാക്ട് ഓർ ഇംപെർഫെക്റ്റ് ഡിഫറൻഷ്യൽ. dw is equal to w1 മൈനസ് w2 അല്ല. നമുക്ക് കിട്ടുന്നത് w1 2 എന്ന് പറയുന്നതാണ് dw അല്ലെ? പിന്നെ dw പാത്ത് ഡിഫറെന്റ് പാത്ത് ഉണ്ട്, സെയിം സ്റ്റേറ്റ് ഉണ്ട്. ഓരോന്നിലും എന്തുണ്ടാവും? ഡിഫറെന്റ് വർക്ക് ഡൺ ആണ് കിട്ടുന്നത്. സ്പെസിഫിക് വർക്ക് ഡൺ നമുക്ക് അവിടെ നിന്ന് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇംപെർഫെക്റ്റ് ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഇൻഎക്സാക്ട് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ്? പോയിന്റ് ഫംഗ്ഷന്റെ കേസിൽ എങ്ങനെയാണ്? അതൊരു പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആണ്. ഒരു പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആണത്. പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേറ്റിലുള്ള പ്രഷറും വെലോസിറ്റി വോളിയം കിട്ടും, സെക്കൻഡ് സ്റ്റേറ്റിലുള്ള പ്രഷറും വോളിയം കിട്ടും. ഇറ്റ് കനോട്ട് ബി മെഷേർഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല? വർക്കിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലുണ്ട്, 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഫോളോഡ് ബൈ ദ സിസ്റ്റം. ദേ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ എൻഡ് സ്റ്റേറ്റ്. എൻഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഓരോ സ്റ്റേറ്റിന്റെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്നും കിട്ടും, ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ വർക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ ദ കർവ് ഇതാണ് നമ്മുടെ ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് കിട്ടി. ദ സ്റ്റേറ്റ് ക്യാൻ ബി സെയിം ബട്ട് പാത്ത് മേ നോട്ട് ബി സെയിം. അതാണ് നമ്മുടെ എ ബി സി എന്ന് പറയുന്ന നമ്മുടെ ക്വാഡ്രാറ്റിക് പ്രോസസ്സ് നമ്മളവിടെ കൺസിഡർ ചെയ്തെന്ന് പറഞ്ഞില്ലേ? എ ബി സി അതിൻ്റെ അകത്തുണ്ടാകുന്ന വർക്ക് ഡണ്ണ് വ്യത്യാസമുണ്ടെന്ന് പറയും. ഓരോ പ്രോസസ്സിനും ഡിഫറെന്റ് വർക്ക് ഡൺ ആണ് നടത്തിയത്. സ്റ്റേറ്റ് മേ ബി സെയിം ബട്ട് പാത്ത് മേ നോട്ട് ബി സെയിം. പാത്ത് നമുക്ക് ഒരിക്കലും സെയിം ആയിരിക്കത്തില്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. അതിന്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അല്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം. അതാണ് പാത്ത് ഫംഗ്ഷനും പോയിന്റ് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഫോർ എ സൈക്ലിക് പ്രോസസ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ആർ ദ സെയിം and hence the change in any property is zero. That is integral phi integral dv is equal to 0. dv എന്ന് പറയുന്നത് 0 ആണ്, ഇന്റഗ്രൽ dp എന്ന് പറയുന്നത് 0 ആണ്, ഇന്റഗ്രൽ dt എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിന്റെ അകത്ത് ഇപ്പം IC എഞ്ചിന്റെ അകത്ത് കമ്പഷൻ നടന്നു കഴിഞ്ഞു. ആ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്തു വീണ്ടും അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് അത് തിരിച്ചു വന്നു. ആ ഒരു സൈക്കിള് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. കമ്പഷൻ നടക്കുന്നു, അത് താഴേക്ക് മൂവ് ചെയ്യുന്നു, പിന്നെ അത് ആ ഒരു പിസ്റ്റൺ തിരിച്ച് മുകളിലേക്ക് തിരിച്ച് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരും. ആ ഒരു പ്രോസസ്സ് വീണ്ടും നടക്കില്ലേ? അതാണ് എന്താണ് ഒരു സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ ആ പിസ്റ്റൺ എവിടെ ആയിരുന്നു? ആ സിലിണ്ടറിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. ഫൈനൽ സ്റ്റേറ്റിലും അത് എവിടെ ആയിരുന്നു? അത് കമ്പഷൻ നടന്നു, അത് താഴെ വന്ന് തിരിച്ച് അതിന്റെ എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തു തള്ളാൻ വേണ്ടി അത് വീണ്ടും അതിന്റെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് വന്നു. ഫൈനൽ സ്റ്റേറ്റിൽ എന്താണ്? ആ പിസ്റ്റൺ മുകളിലേക്ക് വന്നിരിക്കും. ഇനി നമ്മൾ പലതരത്തിലുള്ള ഡിഫറെന്റ് മോഡ്സ് ഓഫ് വർക്കാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെ തരത്തിലുണ്ട്? നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇവിടെ ഇപ്പം പറയുന്നത് ഇലക്ട്രിക്കൽ വർക്കിനെ കുറിച്ചാണ്. ഇതല്ലാതെ വേറെ പലതരത്തിലുണ്ട്. ഷാഫ്റ്റ് വർക്ക് ഉണ്ട്, പാഡിൽ വർക്ക് ഉണ്ട്, ഫ്ലോ വർക്ക് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വർക്ക് ട്രാൻസ്ഫറുകളാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ്? ഒരു ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയും. ഇലക്ട്രിക്കൽ വർക്കിൻ്റെ അകത്തുള്ള മെയിൻ കാര്യമാണ് ഒരു കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഒരു കറണ്ട് ഫ്ലോ കാരണം ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് ഒരു റെസിസ്റ്റർ ആണ്. ഇവിടെ നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്ന ഒരു റെസിസ്റ്റർ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ റെസിസ്റ്ററിന്റെ രണ്ട് സൈഡിലേക്ക് എന്താണ്? ഒരു കറണ്ട് പാസ് ചെയ്ത് വിടുന്നു. കറണ്ട് പാസ് ചെയ്ത് വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കാരണത്താലാണ് അവിടെ വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നത്.
അപ്പോൾ കൺസിഡറിങ് എ കറണ്ട് ഫ്ലോ ത്രൂ എ റെസിസ്റ്റർ, അതിനെ ആ ഒരു കോമ്പിനേഷൻ നമ്മളൊരു സിസ്റ്റമായിട്ട് എന്താണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ കറണ്ട് ഫ്ലോ കാരണം ഒരു റെസിസ്റ്ററിലേക്ക് നമ്മൾ കറണ്ട് ഫ്ലോ നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇവിടെ എന്താണ് ഒരു സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മോട്ടോർ കൺസിഡർ ചെയ്യുക. ആ മോട്ടറിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു കറണ്ട് ഞാൻ പാസ് ചെയ്തു. ആ പാസ് ചെയ്ത കറണ്ട് വെച്ചിട്ട് ആ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി എന്താണ് നമുക്ക് ഇവിടെ ഒരു പുള്ളി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുള്ളിയിൽ ഞാനൊരു സ്പെസിഫിക് ലോഡ് വെച്ചിട്ടുണ്ട്. സ്പെസിഫിക് ലോഡ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പം ഞാനിവിടെ മോട്ടറിൽ ഞാനിവിടെ കറണ്ട് കൊടുത്തു ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഞാനിവിടെ പാസ് ചെയ്തു, അല്ലെങ്കിൽ വോൾട്ടേജ് നമ്മൾ സാധാരണ ഒരു മോട്ടർ നമ്മളിവിടെ മോട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് അപ്ലൈ ചെയ്തപ്പോൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്തു. ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്ത് കഴിയുന്നത് ആ ഒരു പുള്ളി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു വെയിറ്റ് ഈ ഒരു വെയിറ്റും ആ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്ന വഴി മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെന്താണ് ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്തപ്പോഴാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക്, ആ ഒരു മോട്ടറിലേക്ക് കറണ്ട് അപ്ലൈ ചെയ്തപ്പോൾ ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മളിവിടെ ഒരു സിസ്റ്റം എന്ന് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. This is because current can drive a motor, the motor can drive a pulley. പുള്ളി എന്ന് പറയുന്നത് നമ്മുടെ കപ്പി, നമ്മുടെ ടാങ്കിലുള്ള ആ ഒരു കപ്പി, ആൻഡ് പുള്ളി ക്യാൻ റൈസ് എ വെയിറ്റ്. ഈ ഒരു വെയിറ്റ് റൈസ് ചെയ്യും, അതിനെ പൊക്കാനുള്ള കഴിവ് ആ പുള്ളിക്ക്. The electrons crossing the system boundary do electrical work on the system. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ ഒരു മോട്ടറിന്റെ കേസ് ആണെങ്കിലും ഇവിടെ നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടേക്ക് എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുന്നതുകൊണ്ടാണ് ഇവിടെ മോട്ടർ കറങ്ങാനുള്ള കാരണം. അപ്പോൾ അതാണ് അവിടുത്തെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് നമ്മൾ പറയുന്നത്. The electron crossing the system boundary do electrical work on the system. In electric field, electrons in a wire under the effect of electromotive force. ഇവിടുത്തെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ എഫക്റ്റ് കാരണത്താലാണ് ഇവിടെ എന്താണ് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്താണ് വർക്ക് ട്രാൻസ്ഫർ നടക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ എഫക്റ്റ് കാരണം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു, അതുവഴി എന്ത് സംഭവിക്കുന്നു, വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നു. അതാണ് ഇലക്ട്രിക്കൽ വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഈ ഒരു എന്താണ് റെസിസ്റ്ററിലേക്ക് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നു, അതാണ് അവിടെ പറഞ്ഞിരുന്നത്. അപ്പം when the current I flows through a potential difference V, the electrical work done in the rate of form is WE is equal to V into I. അതാണ് അതിന്റെ ഒരു ഇക്വേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബാറ്ററി സെല്ല് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഇതിങ്ങനെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ വന്നു, നമുക്കിതിങ്ങനെ ഒരു പക്ഷേ ഇവിടെ നമ്മൾ എന്ത് വോൾട്ടേജ് അപ്ലൈ ചെയ്തു, ഇവിടെ എന്താണ് ലൈറ്റ് കത്തി. അപ്പൊ ഇതാണ് നമ്മളൊരു സിസ്റ്റമായിട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തുണ്ടാകുന്ന വർക്ക് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ WE is equal to V into I, വോൾട്ടേജ് അപ്ലൈഡ് ഇൻറ്റു കറണ്ട് ആണ് അതിന്റെ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം V എന്താണ്, V എന്ന് പറയുമ്പോൾ V is equal to IR. V is equal to IR അല്ലേ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. V is equal to IR ആണ് നമുക്കറിയാം. V is equal to I by IR ആണ് നമുക്കറിയാം. IR എന്ന് പറയാം. നമുക്ക് ഈ V എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്തിലേക്ക് WE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, I squared R എന്ന് നമുക്ക് കിട്ടും അല്ലേ. V is equal to I square R, where WE is the electrical power. In general, both V and I, V വോൾട്ടേജും കറണ്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടൈം മാറുന്നതിനനുസരിച്ച് ഈ വോൾട്ടേജും ഈ കറണ്ട് പ്രൊഡ്യൂസ്ഡും അത് കറണ്ട് അപ്ലൈഡും വ്യത്യാസം വരുന്നുണ്ട്. അപ്പം എന്ത് നമുക്ക് പറയാം, V and I varies with time and electrical work done during the time interval delta t is given by, നമുക്ക് ആ ഇക്വേഷൻ എന്താണ്, WE is equal to integral 1 to 2 VI dt. അതാണ് ഇവിടുത്തെ നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. WE is equal to integral 1 to 2 VI dt. dt എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ, എന്ന് വെച്ചാൽ സമയം മാറുന്നതനുസരിച്ച് എന്ത് വ്യത്യാസം വരുന്നുണ്ട്, അതിലുണ്ടാവുന്ന വർക്കിന്റെയും
അതിലുണ്ടാവുന്ന അതിലേക്കുള്ള വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും എഫക്റ്റ് വ്യത്യാസമുണ്ടാകും. അത് അങ്ങനെയാണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ ആണ്. എനർജിയുടെ യൂണിറ്റ് എന്താണ്? കിലോ ജൂൾ. എനർജി വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു എനർജിയാണ്.